ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രോത്ത് ആൻഡ് ഗ്രൈൻഡ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ 2025 പോളണ്ട് എംബസി കൊണ്ടുവന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റിനെ പറ്റിയാണ്. യൂട്യൂബ് കമന്റ് സെക്ഷനിലും അതുപോലെ തന്നെ വാട്സപ്പിലും എങ്ങനെയാണ് പോളണ്ട് എംബസിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് പോളണ്ടിന്റെ പുതിയ അപ്ഡേറ്റ് എന്ന് നിറയെ എൻക്വയറീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. പ്ലീസ് ഫോളോ സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ, ഷെയർ വിത്ത് ഡിയർ ന്യൂവേഴ്സ്, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, കണ്ടിന്യൂ വാച്ചിങ് ദ ഫുൾ വീഡിയോ. സോ ഗൈസ്, 2024 നവംബറിൽ പോളണ്ട് എംബസി ലോഡ് സിസ്റ്റത്തിനകത്ത് ഒരു ലോങ് ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു അപ്ഡേറ്റ് ഇല്ലാതെ 2025 ജനുവരി 31 മുതൽ ഫെബ്രുവരി 6 വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോഡ് സിസ്റ്റം ഓപ്പൺ ആക്കി. ജനുവരി 31 ലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്മിഷൻ ഡേറ്റ് കിട്ടിയിരിക്കുന്നത് 3, 4, 5 പിന്നെ 10 മുതൽ 14 വരെ കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 1 സബ്മിഷൻ ഡേറ്റ് 3, 4, 5, 6, 7, 10 മുതൽ 14 വരെയാണ് സബ്മിഷൻ. 4 സബ്മിഷൻ ഡേറ്റ് 4, 5, 6, 7, 10 മുതൽ 18 വരെയാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. 5 ലോട്ടിൻ്റെ സബ്മിഷൻ ഡേറ്റ് 5, 6, 7, 10, 11 മുതൽ 19 വരെയാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. 6 സബ്മിഷൻ ഡേറ്റ് 6, 7, 10 മുതൽ 20 വരെ. അതിനിടയ്ക്ക് 15, 16 സബ്മിഷൻ ഇല്ല. 15 ലോട്ടിൻ്റെ സബ്മിഷൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 17, 18, 19, 20, 21, 24, 25, 26, 27. എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഡോസിസ്റ്റം വെയിറ്റ് ചെയ്ത് എല്ലാവരും കൺഫ്യൂസ്ഡ് ആയി. ഫ്ലാഷ് ബാക്ക് നോക്കുകയാണെങ്കിൽ മുൻ വർഷങ്ങളിൽ സപ്പോസ് നവംബർ 1 ഒരു ലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 15 ഡേയ്സ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും സബ്മിഷൻ ഡേറ്റിന്. അതേസമയം 2025 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലോട്ട് സിസ്റ്റം കിട്ടിയിട്ട് വിത്തിൻ 2 ദിവസത്തിനുള്ളിൽ സബ്മിഷൻ ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. ഈ 2 ദിവസത്തിനുള്ളിൽ കിട്ടിയവർക്ക് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് സബ്മിഷൻ ഡേറ്റ് കിട്ടുമെന്ന് വെച്ചാൽ സബ്മിഷൻ ഡേറ്റ് കിട്ടി എങ്കിൽ എംബസിയിൽ പോയി ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? അതൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നിൽക്കുന്നത്. എംബസിയുടെ സൈറ്റിൽ ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് 6 മുതൽ 7. ഇത് റെഡിയാക്കാൻ തന്നെ ഏകദേശം ഒരു 15 ഡേയ്സ് ആണ് വേണ്ടി വരുന്നത്. നമുക്ക് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് പാസ്പോർട്ട്, ദെൻ വിസ ആപ്ലിക്കേഷൻ, വർക്ക് പെർമിറ്റ്, ദെൻ പ്രൂഫ് ഓഫ് രജിസ്റ്റേർഡ് എംപ്ലോയി. നമുക്ക് ആരാണോ വർക്ക് പെർമിറ്റ് തന്നത് അവരുടെ പ്രൂഫ് കാണിക്കണം. ദെൻ PCC അറ്റസ്റ്റേഷൻ ഡോക്യുമെന്റ്സ്, ദെൻ ട്രാവൽ ഐറ്ററി, അക്കോമഡേഷൻ, റെസിഡൻസി പ്രൂഫ്, ദെൻ ട്രാവൽ ഇൻഷുറൻസ്, ട്രാവൽ ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ്. ഇത്രയാണ് വേണ്ടത്. ഇതിന് പോസിറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് എല്ലാം കൂടെ മെൻഷൻ ചെയ്തിട്ട് ഒരു മെയിൽ അയക്കുക. എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് സബ്മിഷൻ ഡേറ്റ് കിട്ടി, എനിക്ക് ഡോക്യുമെന്റ് സെറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെയിലിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മെയിൽ ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ് റെസ്പോൺസ് അവിടെ നിന്ന് ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാമല്ലോ. അങ്ങനെ ഒരു നമ്പർ ഓഫ് മെയിൽസ് ഇങ്ങനെ വിത്തിൻ 1 or 2 ഡേയ്സിന് കിട്ടിയവർ നമ്പർ ഓഫ് മെയിൽസ് എംബസിക്ക് കിട്ടുമ്പോഴത്തേക്ക് ചിലപ്പം ഈ ഒരു ചേഞ്ചസ് എന്തായാലും മാറ്റം വരുത്താൻ സാധിച്ചേക്കാം. സെക്കൻഡ് വൺ, വാട്സപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നൊരു ഡൗട്ടാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെ പോളണ്ട് എംബസിയുടെ ഫോം ഫിൽ ചെയ്യാമെന്നൊരു വീഡിയോ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 6th ക്വസ്റ്റ്യൻ, അറൈവൽ ആൻഡ് ഡിപ്പാച്ചർ ഡേറ്റ്, എന്ത് ഡേറ്റ് ആണ് മെൻഷൻ ചെയ്യേണ്ടത് എന്നുള്ളത്. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് 1 year വിസ ആയിരിക്കും, അല്ലെങ്കിൽ 3 year വിസ ആയിരിക്കും. അതിന്റെ ഡിപ്പാച്ചർ ഡേറ്റ് ആൻഡ് അറൈവൽ. ഡിപ്പാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ സപ്പോസ് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫ്ലൈ ആവും, അത് ഡിപ്പാച്ചർ. ഏത് കൺട്രിയിലാണോ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് അതാണ് അറൈവൽ ഡേറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഡേറ്റ് ഓഫ് അറൈവൽ ടു ദ റിപ്പബ്ലിക് ഓഫ് പോളണ്ട്. ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്ത് അറൈവ് ചെയ്യുന്നത് പോളണ്ടിലായിരിക്കും. സപ്പോസ് ഫെബ്രുവരി 20 ആയിരിക്കും ഡോക്യുമെന്റ് എംബസിയിൽ പോയി സബ്മിറ്റ് ചെയ്യുക. ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാൻ ഏകദേശം ഒരു 15 ഡേയ്സ് വേണം. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ആയിരിക്കണം ഇവിടെ ഇന്ത്യൻ്റെ ഡേറ്റ് ഓഫ് അറൈവൽ ടു ദ റിപ്പബ്ലിക് ഓഫ് പോളണ്ടിൽ മെൻഷൻ ചെയ്യേണ്ടത്. മേ ബി ഒരു മാർച്ച് 1st വീക്കിൽ ഞാൻ പോളണ്ടിൽ എത്തും എന്നുള്ള ഡേറ്റ്. സെക്കൻഡ് വൺ, ഇന്ത്യയുടെ ഡേറ്റ് ഓഫ് ഡിപ്പാച്ചർ ഫ്രം ദ പോളണ്ട്. ഓഫർ ലെറ്ററിൽ വർക്ക് പെർമിറ്റ് എന്നാണ് എക്സ്പയറി ആവുന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡേറ്റ് ആയിരിക്കണം ഡിപ്പാച്ചർ ഫ്രം ദ പോളണ്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ കൺട്രിയിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. തേർഡ് വൺ, സി ടൈപ്പ് വിസ. മോസ്റ്റ്ലി സി ടൈപ്പ് വിസ കൊടുക്കുന്നത് ടൂറിസ്റ്റ് അതുപോലെ തന്നെ ബിസിനസ് ആൻഡ് ഫാമിലി വിസിറ്റിനൊക്കെ ആയിരിക്കും സി ടൈപ്പ് വിസ കൊടുക്കുന്നത്. അത് 90 days ഓഫ് സ്റ്റേ ആയിരിക്കും. ഈ ഒരു 90 days നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ജോബ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോളണ്ടിൽ ജോബ് സീക്കർ വിസ ഇല്ല. അതുകൊണ്ടാണ് ഈ 90 daysനുള്ളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോബ് സെർച്ച് ചെയ്യാണ്. അതിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫീസും ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്, ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്.
അതൊന്ന് ഗോ ത്രൂ ചെയ്യാം. 90% നെഗറ്റീവ് ഇമ്പാക്ട് ഉള്ള ഒരു കൺട്രിയാണ് പോളണ്ട്. ബട്ട് നെഗറ്റീവ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കത് അച്ചീവ് ചെയ്യാനും പറ്റത്തില്ല. ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. നമുക്കുള്ളതാണെങ്കിൽ എത്ര വൈകിയാലും നമ്മുടെ കയ്യിൽ എത്തും. പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് പോളണ്ട് നമുക്കിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ആനുപാതികമായ ലോട്ട് ആൻഡ് സബ്മിഷൻ ഡേറ്റിന്റെ വർധനവ് ഉണ്ടായേക്കാം. ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പോസിറ്റീവ് ആയിട്ട് എടുക്കാമെന്ന് ഞാൻ ആശംസിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ. ഷെയർ വിത്ത് ഡിയർ എനിവൺ. സ്പ്രെഡ് ലവ്. ബൈ ഫോർ നൗ.